ഒരുപാട് പൂക്കൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളൊരു ടുലിപ്സ് ഗാർഡൻ കാണാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. നല്ല വാം വെൽക്കം ചെയ്യുന്ന ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. കയറുമ്പോൾ തന്നെ നമുക്ക് അവർ കയ്യിലൊരു സീലടിച്ച് തരും, അവരുടെ ഫാമിൻ്റെ ഒരു സീല്. ആ സീലടിച്ചിട്ട് നമ്മൾ കയറുന്നത് തന്നെ ഒരു നടുമുറ്റം പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു വലിയൊരു ഗ്രൗണ്ടാണത്. അതിൽ ഒരുപാട് പൂക്കൾ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് ടുലിപ്സ് പൂക്കൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഗ്രൗണ്ടിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ പല വെറൈറ്റിയിലുള്ള ടുലിപ്സിൻ്റെ പൂക്കൾ പല ടൈപ്പിലുള്ള ട്രേയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ല ശരിക്കും അതിൻ്റെ ഗാർഡൻ അതിൻ്റെ ബാക്കിലുണ്ട്. പക്ഷേ കുറേ പൂക്കൾ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് ഇതേപോലെ പല ട്രേയിൽ പല പ്ലാറ്റ്ഫോമിൽ അടക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ കാണാൻ ഭയങ്കര രസമായിട്ടോ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇതിന് ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, റീൽസ് ചെയ്യുന്നുണ്ട്. കാരണം ഭയങ്കര ഭംഗിയാണ് അവിടെ നിന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൂക്കൾ ആളുകൾക്ക് ഇവിടുന്ന് മേടിക്കാം കേട്ടോ. നമ്മൾ ഈ ഗാർഡൻ കണ്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ, ഈ പൂക്കളുടെ അടുത്ത് നിന്ന് ഏറ്റവും ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. നേരിട്ട് ഈ പൂക്കൾ കാണുമ്പോൾ ഭയങ്കര കളറായിട്ടോ. സാധാരണ ഒരു മഞ്ഞപ്പൂവ് അല്ലെങ്കിൽ ഒരു ചുവന്ന പൂവ് കാണുന്ന പോലത്തെ ഒരു കളറല്ല. ഇതിൻ്റെ കളർ ഭയങ്കര വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഈ പൂക്കളുടെ ഇതളുകളൊക്കെ നല്ല വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് ഇത് നല്ല രസമാണ് ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ട്രെയിൽ ഇങ്ങനെ പൂക്കൾ വച്ചേക്കണമുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കുന്നവർക്ക്, നന്നായിട്ട് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഒരു സ്വർഗ്ഗമാണെന്ന് പറയാം. കാരണം അതേപോലെ പൂക്കളുണ്ട്, അതേപോലെ വെറൈറ്റി പൂക്കളുണ്ട്, അതേപോലെ കാണാൻ പാകത്തിന് നല്ല ഭംഗിയിലാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഷൂ ഉണ്ടോ, വെറൈറ്റി ആയിട്ടില്ലേ, വലിയ ഷൂ ആണ് അത്. ആളുകൾ അതിൻ്റെ ഉള്ള കാലിട്ടുണ്ടാക്കിയിരുന്ന് ഫോട്ടോയൊക്കെ ഒരുപാട് എടുക്കുന്നത് കണ്ടു. മറ്റൊരു വെറൈറ്റി ടൈപ്പ് ഒരു ട്രേ ആണിത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പോലെ തോന്നും, കപ്പ് പോലെയൊക്കെ തോന്നുന്ന ഒരു മോഡൽ. അതിലും ഇങ്ങനെ നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഈ ചെടി കൂടുതലും ഒറ്റ തണ്ടിലാട്ടോ ഉണ്ടാകുന്നത്. പൂക്കളുടെ വലുപ്പമൊക്കെ ഇത് വളരുന്ന സാഹചര്യങ്ങളനുസരിച്ചിട്ട് വ്യത്യാസം വരും. 30 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു വളർച്ച. കുറേ നേരം നമ്മൾ ഈ പൂക്കളൊക്കെ ഇവിടെ നിന്ന് കണ്ടിട്ട് നേരെ നമ്മൾ ഫാമിലേക്ക് പോയി. ഇതാണ് അതിൻ്റെ ഗാർഡൻ. ആ ഫാം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ വരെ നീണ്ടു കിടക്കുന്ന പൂക്കൾ. നമ്മുടെ വീഡിയോയിൽ അത് എത്രത്തോളം സൗന്ദര്യം അതിനുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ അടുത്ത് പോയിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയായിട്ടോ. നമ്മുടെ ഓരോ വരമ്പത്ത് ഇങ്ങനെ പല ടൈപ്പിലുള്ള ഒരേ ചെടികൾ ഇങ്ങനെ വച്ചിരിക്കുന്നു. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ടുലിപ്സ് പൂക്കൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെതർലാൻഡിലാട്ടോ. നെതർലാൻഡിൽ ടർക്കിയിൽ നിന്ന് വന്നാണ് ഈ പൂക്കൾ എന്നാണ് പറയുന്നത്. ടർക്കിയിൽ വന്നത് നമ്മുടെ ഹിമാലയത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ചിലപ്പോൾ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പൂക്കളായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നിന്ന് കണ്ടത് ഏഷ്യൻസിനെയാണ്. ഏഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ നടന്നപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വന്നത് നമ്മളിവിടെ വെച്ചാട്ടോ നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പോൾ അവരെ കണ്ട് അവരോട് നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പൂക്കളുടെ കാഴ്ചകളിലേക്കൊക്കെ പോയി. 3000 ഇനം പൂക്കളുണ്ട്. ഈ ടൈപ്പ് പൂക്കൾ 3000 ടൈപ്പ് ഉണ്ടെന്ന്. പക്ഷേ എല്ലാ കളറും ഉണ്ടെങ്കിലും നീല കളറിൽ ഈ പൂക്കളില്ലെന്നാണ് പറയുന്നത്. ലോകത്ത് ഈ പൂക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നെതർലാൻഡിലാണ് കേട്ടോ. നമ്മുടെ അന്യ സിനിമയിലൊക്കെ കാണിക്കുന്ന പൂക്കൾ നെതർലാൻഡിലാണ്. അവർക്കുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഈ പൂക്കളാണ്. സമ്മർ ആയി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള കലാകാരന്മാർ പെർഫോമൻസ് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് പേര്. കാളവണ്ടിയോ കുതിരവണ്ടിയോ അങ്ങനെ എന്തോ പോലത്തെ ഒരു വണ്ടി, ആൾക്കാരൊക്കെ അതിൽ വലിഞ്ഞു കയറുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നമ്മുടെ കാഴ്ചകൾ വീണ്ടും പൂക്കളിലേക്ക് പോവാണ്. ഇതേപോലെയാണ് കേട്ടോ, ഇതേപോലെ ഒരു ലൈനായിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ നടന്നു പോയി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, പൂക്കളൊക്കെ അടുത്ത് കാണുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഓരോ ലൈനിലും ഓരോ ടൈപ്പ് പൂക്കളാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ആയിരക്കണക്കിന് ലൈനായിട്ടാണ് ഇതിവിടെ നട്ടിരിക്കുന്നത്. നമുക്ക് കണ്ട് തീരത്തില്ല, അത്രയ്ക്കധികം പൂക്കളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നതാണ്. അപ്പം നെതർലാൻഡിലെ കാഴ്ച എത്ര മനോഹരമായിരിക്കും. നമ്മൾ ആ സിനിമയിൽ കണ്ടേക്കണയാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് ശരിക്കും ഒരു സ്വർഗം തന്നെയായിരിക്കും.
ഇന്ന് നല്ല വെയിലാട്ടോ. വെയിൽ കൊണ്ടും ചൂടിടിച്ച് നമ്മൾ മടുത്ത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പയ്യനെ ഈ ഗാർഡനിൽ നിന്ന് മാറിയിട്ട് നേരത്തെ കണ്ട സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. ആദ്യം നമ്മൾ വന്ന ഗ്രൗണ്ടിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു യൂസ് ഇല്ലാത്തൊരു വണ്ടിയാണ് ഇത്. ലാൻഡ് റോവറിൻ്റെ ഒരു വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. അതിൽ അവർ കുറേ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറേ സംഭവങ്ങൾ ഗാർഡനിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമായിട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ. ഇത് വേറൊരു പ്ലാറ്റ്ഫോമിൽ പൂക്കൾ വെച്ചിരിക്കുന്നതാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാം. ഇത് കണ്ടോ, ഇത് 3 സ്റ്റെപ്പായിട്ട് പൂക്കൾ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്നിട്ട് ഫോട്ടോ എടുക്കാം. നമ്മുടെ ആ നേരത്തെ പോയി കണ്ട ഫാമിൻ്റെ ഒരു വ്യൂ ആണിത്. ഇപ്പോൾ വൈകിട്ടായി. നമ്മൾ വീണ്ടും ഒന്നും കൂടി പോയി പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വെയിലിൻ്റെ അത് മാറിക്കഴിഞ്ഞപ്പോൾ പൂക്കൾക്കൊക്കെ വേറൊരു ഭംഗി. നമ്മൾ കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരാൻ തുടങ്ങി. നമ്മൾ പോരുന്ന വഴിക്ക് നിറയെ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് കയറി നിന്നിട്ട് ഫോട്ടോസ് എടുക്കാം. അടിപൊളിയായിട്ട് കുറേ പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് ആവും. എക്സിറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവർക്കിടെ തന്നെ ഒരു ഷോറൂമുണ്ട്. അവിടെ നമുക്ക് സുവനീർ, ഗിഫ്റ്റുകൾ, അതുപോലെ തന്നെ ചെടികളെല്ലാം മേടിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയും കുറച്ച് ആ ഷോപ്പിലൂടെയൊക്കെ നടന്നിട്ട് നമ്മളധികം പർച്ചേസൊന്നും ചെയ്തില്ല, ജസ്റ്റ് എല്ലാം കണ്ടിട്ട് പോന്നു. അതിനകത്തും കുറേ വണ്ടികളിൽ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴയ മോഡൽ വണ്ടികളിൽ. നല്ല രസമാണ് ആ വണ്ടിയിൽ ആ പൂക്കൾ അങ്ങനെ വച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.